എന്താ കുഞ്ഞലമ്മ കിടന്നായിരുന്ന മാതിരി കിടന്നായിരുന്നു അയച്ച് ഇപ്പൊ എന്നേക്കാ ഉസാറായി. ആരാണ്? കോയക്കയുടെ വീടല്ലേ? ആ കോയക്കാട് വീടാണ് ഇത്. കോയക്കാനെന്ന് വിളിക്കോ? എന്താ കാര്യം? അല്ല, ഒരു കാര്യം പറയാനാണ്. ആ പറഞ്ഞാളി. കോയക്കടുത്ത് നേരിട്ട് പറയാനായിരുന്നു. ആഹാ ആ നേരിട്ടാ പറയുള്ളൂ അല്ലേ? അത് ശരി, ഞാൻ വിളിക്കാം. എടാ കോയ കള്ളഹിമാറേ, ഒന്നിങ്ങനെ വന്ന അന്നതാ ഒരാളെ അന്വേഷിച്ച് വന്നേക്കണേ. ആരാന്ന് നിൽക്കാറില്ല, അച്ഛൻ വന്ന് നോക്കാം, അപ്പം കാണാം. അന്നതാ വരുന്നു. ആ എന്താ മോളെ, ഞാനാണ് കോയ, പറഞ്ഞു. എന്താ ചിരിക്കുന്നത്? ഭയങ്കര തമാശയുള്ള. ആ തമാശ എന്നല്ല, തമാശ ഒക്കെ കേൾക്കണമെങ്കിൽ ഇതിനൊക്കെ നല്ല തമാശ ഞാൻ പറഞ്ഞുതരാം. ഒരു രാജ്യത്തൊരു രാജാവ്. അത് നമുക്ക് പിന്നെ പറയാം. ഞാൻ വന്നതേ ആ കോയക്കട ഒരു വീട് വാടകയ്ക്ക് കൊടുക്കാനില്ലേ? എന്റെ വീട് വാടകയ്ക്കൊന്നും കൊടുക്കാൻ ചേട്ടാ. അപ്പൊ അവര് പറഞ്ഞല്ലോ എന്റെ മോന്റെ വീട് വാടക കൊടുക്കാണ്ട് മൊയ്തുവിന്റെ. അപ്പൊ അത് എനിക്ക് വേണമായിരുന്നു. ആ അനക്കെന്ന് വെച്ചാല് ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് ഇവിടെ കാക്ക പറയാൻ അത് സാരില്ല. കാക്ക ഞാനും കാക്കല്ലേ. അത് കാക്ക ഞാൻ ഒറ്റക്ക ഇവിടെ ഇവരാണ് ആകെ എന്നെ സഹായിക്കാനുള്ളത്. ആ കുഴപ്പമില്ല, ഒരു കുട്ടി ഇവിടെ വന്നാണ്. ആ ഇജ്ജ് പറഞ്ഞു. അതെ, എനിക്ക് ഇവിടെ ഇൻഫോയില് ജോലി കിട്ടി. എവിടെ? ഇൻഫോയില്. അതെന്താ? ഇൻഫോ പാർക്കില്ലേ, കമ്പ്യൂട്ടറിന്റെ മനസ്സിലായി. അവിടെ എനിക്ക് ജോലി കിട്ടി. അൽഹംദുലില്ലാ, നന്നായിരിക്കട്ടെ. അപ്പൊ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും താമസ സൗകര്യം വേറെ ആരും എനിക്ക് പരിചയമില്ല ഇവിടെ. അപ്പൊ എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യാം. അപ്പൊ ഈ വീട് ഞാൻ ഒന്ന് കാണിച്ചാൽ ആദ്യം വീടൊക്കെ ഒന്ന് കാണ്. കൊറേ ദിവസമായിട്ട് ഇപ്പൊ അതിങ്ങനെ പൂട്ടിക്കെടുക്കാണ്, കൊറേ നാളായി. ഞാൻ പറയുന്നത് ചക്ക ആർക്കെങ്കിലും അത് കൊടുത്തോ, വെറുതെ കേട് വന്നു, കണ്ണിൽ കണ്ട പാമ്പും ചെയ്യുമ്പോ അതിന്റെ ഉള്ളിൽ കയറി കൂട്ടാക്കില്ല. ഇപ്പം വിചാരിച്ച വാടക കിട്ടണേ. അത് ആദ്യം മുതലായി. അപ്പൊ അത് കാരണം ആദ്യം നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുക പറയണല്ലോ, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ കേട്ടോ. എന്നാ വീട് കാണാം. ആ വീട് കാണാം. ഒരു ഗ്ലാസ് ചായ അങ്ങനെ എടുക്കേ എന്നൊക്കെ പറയണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മഴ ഇവിടെ ഒരാളും ഇല്ല, ഞാൻ ഒറ്റക്കാണ്. അല്ല ചായ വേണ്ട. അല്ല എന്നാലും ഒരാള് വീട്ടിൽ വരുമ്പോ ഒരു മര്യാദ ഒക്കെ വേണമല്ലോ. എന്റെ ആഗ്രഹം ഞാൻ തീർക്കാന്നുള്ളു. എന്നാ നമുക്ക് വീട് കണ്ടാലോ? ആ കഴിഞ്ഞിട്ട് ചായ കുടിക്കാം. വണ്ടിയിൽ പോണോ? വണ്ടിയിലൊക്കെ പോയാ പിന്നെ ഞാൻ ഈ നടപ്പും കൂടി ഇല്ലാണ്ടാവും. ഗ്ലാസ് എടുക്ക് സഞ്ചി. എവിടെ വെള്ളം എടുക്കും? പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാം, വെള്ളാമ്പൽ പൂവ് തരാം സമ്മാനമായി. പാൽക്കടലിലോളങ്ങളെ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാം, വെള്ളാമ്പൽ പൂവു തരാം. പാൽക്കടലിൻ ഉള്ളങ്ങളിൽ തള്ളി നീന്തി നീ വരുമ്പോൾ സമ്മാനമായി, സമ്മാനമായി ഞാൻ നിനക്കൊരു വെള്ളാമ്പൽ പൂവു തരാം. അടിച്ചത് നല്ല എന്താ ഇവിടെ? നിങ്ങളാരാ? എന്റെ വീടിന്റെ പുറകുവശത്തിരുന്ന് കള്ളു കുടിച്ചാൽ പോരാണ്ട് ഞാനാരാന്നാ? ഹലോ, കള്ളു കുടിച്ച കാര്യം ഇയാൾ വിട്. ഞങ്ങൾ എന്നും ഇവിടെ നിന്ന് കള്ളു കുടിക്കുന്നതാണ്. നിങ്ങൾ ഈ വീട്ടിൽ എന്താ കാര്യം അത് പറയും. അതെ, ഇത് ഞാൻ വാടകയ്ക്ക് എടുത്ത വീടാണ്. 2 ദിവസം നമ്മളെ കണ്ണങ്ങാട് തെറ്റിയപ്പോ നീ കയറി താമസിച്ചിട്ട് നീ ഇറങ്ങിക്കോ മോളെ. ഇവിടെ ഒരു ഉറുമ്പ് ചലിക്കണമെങ്കിൽ ഈ പ്യാരിയും മന്മഥനും അറിയും, അല്ലാതെ ഈ വീട്ടിൽ ഒന്നും നടക്കൂല. എന്നാ ഇനി മുതൽ ഈ പരിപാടി ഇവിടെ നടക്കൂല. സംസാരം വേണ്ട. അതെ, ഇത് മര്യാദക്ക് എടുത്തോണ്ട് ഇറങ്ങാതെ എടുത്തോണ്ട്. ഇവിടെ ഞങ്ങൾ വൈകുന്നേരം സ്വസ്ഥമായിട്ട് 2 അടിക്കുന്ന സ്ഥലമാണ്. മര്യാദക്ക് നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോ. നീ എവിടെന്നാ വന്നേന്ന് വെച്ചാ നീ പോവാന്നൊന്നും വിളിക്കണ്ട, വീട്ടിലുള്ളവരെ പോയി വിളിച്ചാ മതി. സംസാരം കുറച്ച് മര്യാദ. പെണ്ണായോണ്ട് ഞാൻ ക്ഷമിച്ച് നിൽക്കുകയാണ്. ദേഷ്യം വന്നാൽ ഞാൻ മഹാ അലമ്പാണ്. പറയണ്ട, കണ്ടപ്പോ മനസ്സിലായി.
ചവിട്ടി ഞാൻ കൂട്ടില്ല ചവിട്ടടാ നീ എന്റെ പെണ്ണെ നിന്നെ ഞാൻ എടുത്തോളാം. എടുത്തോണ്ട് പോവാൻ എന്റെ സത്യേട്ടാ ഭയങ്കര ബോറല്ലേ? അതാണ് ഇവിടെ ഭയങ്കര ബോറ്. അതെ, ഈ കുട്ടിപ്പോടെ താമസം തുടങ്ങിയതാണ് പുതുതായിട്ട്. ആ കുറച്ച് ദിവസമായി, 2 ദിവസമായി അല്ലേ മോളെ? 2 ദിവസമായി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ആരോട് ചോദിച്ചിട്ട് വാടകച്ചിട്ടവിടെ വാടകച്ചിട്ടവിടെ എടാ, അത് കാണിക്കേണ്ട കാര്യമില്ല മര്യാദ സംസ്കാരത്തോടെ അതെ, സംസാരിക്കണേ. അവള് കാണിച്ചോളൂ, അതൊന്നും വിഷയമില്ലാന്ന്. എന്റെ സത്യേട്ടാ അവള് തന്നെ ചവിട്ടിയിട്ടുണ്ട് എടാ, നമുക്ക് കിട്ടണ ഇവിടെ വെളിയിൽ നമ്മൾ നിന്നെ എൻ്റർ ചെയ്യുന്ന അതെ സത്യേട്ടാ. ഇവളിവിടെ താമസിക്കണമെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ആയിട്ട് ഞങ്ങൾക്ക് ഒന്ന് സംസാരിക്കണം. ഇവിടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അയാളെ വരാൻ പറ, വിളിക്ക്. അതെ, ഭർത്താവൊന്നും ഇല്ലാന്ന്. സോറി, വിധവയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ, സോറി. എടാ, ഗീതവയും ഗീതവയൊന്നും അല്ല, അവള് കല്യാണം കഴിച്ചില്ല. അതാണ് നിങ്ങൾ പോവാൻ നോക്കി വേഗം പെടുന്നത്. ഓ കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിക്കും. അതാണ് ശൗര്യം. അതെ, അവര് ഒറ്റയ്ക്ക് താമസിക്കണോ അവര് കൂട്ടായിട്ട് താമസിക്കണോ എന്നൊക്കെയുള്ള അവരുടെ കാര്യമാണ്. എന്തിനാണ് അതിന് നമ്മൾ വലിഞ്ഞു കയറി ചെല്ലാൻ നിൽക്കുന്നത്? നമ്മുടെ ഒരു മുതലല്ലേ സത്യേട്ടാ ഇത്. സത്യേട്ടാ, ഇത് ഞങ്ങളുടെ അധികാര പരിധിയിലുള്ള ഒരു സ്ഥാപനം. ഇവിടെ ആര് താമസിച്ചാലും ഞങ്ങൾ അറിയണ്ടേ. പിന്നെ എന്തിനു ഒറ്റക്ക് വന്ന് ഇവിടെ താമസിക്കണം? എനിക്ക് ജോലി ഇവിടെ ആയതുകൊണ്ട്. എവിടെ എന്ത് ജോലി? ഇൻഫോ പാർക്കില്. ഇൻഫോ പാർക്കിൽ ജോലിയാണത്. പാർക്കില് സത്യേട്ടാ, ഇത് ഞങ്ങളെ നോവിച്ചിട്ട് ഇവിടെ ആരും സമാധാനമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കണ്ട. നോക്കിക്കോണേ. അതെ, മോശമാണ്. ഞാൻ ഇരുതല മൂലികളെയാണ് പേടിപ്പിച്ചു വിട്ടത്. ആയിക്കോട്ടെ, പോ വിട്. നടക്ക്. ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം കേട്ടോ. നീ അനുഭവിച്ചില്ലേ? അതെ, ഞാൻ അവിടെ തൊട്ടടുത്ത വീട്ടിലാണ് താമസം. എൻ്റെ പേര് സത്യശീലൻ എന്നാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചോ. അതാരും വേറെ കുഴപ്പക്കാരൊന്നുമല്ല, വെറുതെ ഒന്നും ഇങ്ങനെ ബഹളം ഉണ്ടാക്കും, അത്രേ ഉള്ളൂ. താങ്ക് യു ചേട്ടാ. ആ, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചോട്ടാ, ഒട്ടും പഠിക്കണ്ട കേട്ടാ. ശരി. സത്യം. ആ